സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും എന്ന അഭ്യൂഹം നിലനിൽക്കെയാണ് പുതിയ സംഭവവികാസങ്ങൾ ഉരുത്തിരിയുന്നത്. ആന്തരിക വൈരുദ്ധ്യത്തിൽ കോൺഗ്രസ് ആടി ഉലയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തീർച്ചയായും VM സുധീരനും ചെന്നിത്തലയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെ നിലപാടുകളാണ് രാഹുൽ ഗാന്ധിയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്നത്? രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണോ ഇപ്പോൾ ചെന്നിത്തലയെ സുധീരൻ കാണുന്നത്? കൂടിക്കാഴ്ചകൾ ഏത് വിധത്തിൽ, എന്തൊക്കെയാണ് അനൌദ്യോഗികമായി അറിയുന്ന വിവരങ്ങൾ അടക്കം? അജിംഷാദ്, രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 15 മിനിറ്റിന് മുമ്പ് VM സുധീരൻ കേരള ഹൗസിലെത്തി. ഏതെങ്കിലും തരത്തിൽ മനസ്സ് തുറക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മുറിയിലേക്ക് പോയ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, പ്രശ്നങ്ങളെല്ലാം പരിഹാരമായി, ഉടൻ തന്നെ മാധ്യമങ്ങൾ കാണും എന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹമായ അത് ഉടൻ വേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തത്. അതായത് നേരത്തെ ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ച സൂചനകൾ പ്രകാരം കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് മന്ത്രിമാരിൽ ആരെങ്കിലും ഒരാളെ, കെ ബാബുവിനെ, അടൂർ പ്രകാശിനെ ഒഴിവാക്കണം എന്നതായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തി VM സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അജിംഷാദ്, VM സുധീരൻ മാധ്യമങ്ങളെ തീർച്ചയായും സന്തോഷം മൈക്ക് നൽകൂ. തീർച്ചയായും സുധീരൻ മാധ്യമങ്ങളോട്. കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ തന്നെ ഏവരും ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഭരണകൂടത്തിൻ്റെ തണലിൽ, സംരക്ഷണയിൽ സർവ തലത്തിലും പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് അവർക്കിഷ്ടമില്ലാത്തവരെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഇന്ത്യൻ ജനതയെ രക്ഷിക്കുന്നതിന്, അവർക്ക് സംരക്ഷണം നൽകുന്നതിന്, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് കഴിവും കെൽപ്പുമുള്ള, ദേശീയ തലത്തിൽ വേരുകളുള്ള മഹത്തായ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി സജീവമായി പങ്കാളിയായി മുന്നോട്ട് നീക്കുന്ന ജനാധിപത്യ മതേതര മുന്നേറ്റം, അതിന് ശക്തി പകരുന്ന ഊർജ്ജസ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കണം, അതിന് കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കണം കേരളത്തിൽ ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിനും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനുമെതിരെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ മുൻനിർത്തി ജനവിധി ഉണ്ടാക്കുക, ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും UDFനും കൂടുതൽ അനുകൂലമാക്കി മാറ്റുന്നതിന്, കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും നന്മയെ മുൻനിർത്തി ജനകീയ അടിത്തറ വിപുലമാക്കുന്നതിനും ജനപിന്തുണ ഉറപ്പിക്കുന്നതിനും, കൂടുതൽ ഉറപ്പിക്കുന്നതിനും പല നിർദ്ദേശങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് പാർട്ടിക്കും മുന്നണിക്കും നന്മ ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പ് ഫലം കൂടുതൽ അനുകൂലമാക്കി മാറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും വ്യക്തികളോടോ ഉള്ള യാതൊരു വിരോധത്തിൻ്റെയും പ്രശ്നം ഇതിൽ ഉത്ഭവിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമാണ്. ചില കാര്യങ്ങളെ, പൊതു വിഷയങ്ങളെ മുൻനിർത്തിയുള്ള ചില അഭിപ്രായങ്ങളാണ്
ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ വെച്ചത്. ആ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതും അതുതന്നെയാണ്. എൻ്റെ മനസ്സിലുള്ളതും അതുതന്നെയാണ് ഗുണകരമാകുന്നത് എന്നൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ആ സമീപനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനുള്ള കഴിയാവുന്ന ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും ചർച്ചകളുണ്ടായി. ആ ചർച്ചകളിലൊക്കെ ഈ നിഗമനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഹൈക്കമാൻഡിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള അഭിപ്രായങ്ങളും സമാഹരിക്കുന്നതിനും ആരായുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങളും കേട്ട് പാർട്ടിയെയും കേരളത്തിലെ മുന്നണിയെയും നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിന് ഹൈക്കമാൻഡിന് യുക്തമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡ് അംഗീകരിച്ച് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം അർപ്പിതമായിട്ടുള്ള ഒരു ചുമതലക്കാരൻ കൂടിയാണ് ഞാൻ എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴുമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത മെച്ചപ്പെടുത്തുന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയാവുന്നത്ര മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കാനാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും മറ്റ് കേരളത്തിലെ പ്രദേശ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ പിന്തുണയോടുകൂടി പങ്കാളിത്തത്തോടുകൂടി അതുപോലെ ജില്ലകളിൽ നിന്നുള്ള അഭിപ്രായം ആരായാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പാർട്ടി നേതാക്കളുടെ ശുപാർശകളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നല്ലൊരു പട്ടിക തയ്യാറാക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പുതുമുഖങ്ങളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ തലത്തിലുള്ളവരെയും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറയാനാവില്ലെങ്കിലും ആ കാര്യത്തിൽ ശ്രമം നടത്തി കുറേ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഇന്നലെയാണ് ഏതാണ്ട് പൂർത്തീകരിച്ചത്. ഇനി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്നിരുന്ന അഭിപ്രായങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് പ്രസ്തുത പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗം പ്രസിദ്ധീകരിക്കുന്നതാണ് നല്ലത്. ഇനി നീണ്ടുപോകുന്നത് ഒരിക്കലും ഉചിതമല്ല. കാരണം നമുക്കറിയാം, മാധ്യമങ്ങൾ സജീവമായ ഈ കാലത്ത് ഏതൊക്കെ പേരുകളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓരോ ചലനങ്ങളും ജനങ്ങൾ നേരിട്ട് പ്രവർത്തകരും മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി വേഗത്തിൽ മുന്നോട്ട് പോകണം. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നാൽ മാത്രമേ അതിന് സാധിക്കൂ. പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവർ കാത്തിരിക്കുകയാണ്, തീരുമാനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വൈകാതെ സ്ഥാനാർത്ഥി പട്ടിക അത്രയും വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, അതിനിടയിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളോ മറ്റു രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ ചിലർക്കെങ്കിലും വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അതെല്ലാം വിസ്മരിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോയി തെരഞ്ഞെടുപ്പിൽ UDFനെ വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കുക.
അതുവഴി ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക, അത് നേടിയെടുത്ത് ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ മതേതര സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക, അതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വ്യത്യസ്തമായ പല സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാകാം. അത് ഏത് പാർട്ടിയിലും സ്വാഭാവികമാണ്. പക്ഷേ ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഏതായാലും നിർണായകമായ ഈ സന്ദർഭത്തിൽ പറയാനുള്ളതൊക്കെ പറയുക, ധരിപ്പിക്കാനുള്ളത് ധരിപ്പിക്കുക, പിന്നെ തീരുമാനമെടുക്കേണ്ടത് അതാണ്. ഒരു കാരണവശാലും പാർട്ടിയെ സംബന്ധിച്ചോ മുന്നണിയെ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കും യാതൊരു താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു ഒരു ഭാഗവും പിന്നെ ആ തരത്തിലുള്ള സമീപനമല്ല. ഇതെല്ലാം എല്ലാവരും യോജിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിലത് യാഥാർത്ഥ്യമാകും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് 3:50 വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക്. ചില കാര്യങ്ങളിൽ 5 സീറ്റുകളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? കാരണം അത് അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് വ്യക്തമാക്കുമെന്നുള്ള ഒരു താല്പര്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഉണ്ടെന്നോ? അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻസ് എനിക്ക് തോന്നുന്നു തികച്ചും ജനാധിപത്യപരമായി ഒരു പ്രക്രിയ, ഒരു സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് പ്രോസസ്സ് ഇത്ര ചിട്ടയായി, ഇത്ര ഭംഗിയായി, ഇത്ര ഫലപ്രദമായി നടത്താൻ സാധിക്കുക എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യമാണ്. നിരന്തരമായ ചർച്ചയിലൂടെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് സ്ക്രീനിങ് കമ്മിറ്റി പലവട്ടം കൂടി, അതിനുശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സമ്മേളിക്കുന്നത്. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ അഭിപ്രായങ്ങളും, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ ഏതാണ്ട് വക്കത്ത് എത്തി നിൽക്കുന്ന തലത്തിലേക്ക് ഇന്നലെ എത്തി. ഇന്നത് പൂർണ്ണമായി പൂർത്തിയാകും. എല്ലാ അഭിപ്രായങ്ങളും ഉത്തരവാദപ്പെട്ട നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനമെടുക്കും. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ അഭിപ്രായങ്ങളും കേട്ടുകഴിഞ്ഞു. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതെ, നമുക്കറിയാം വളരെ ബുദ്ധിമുട്ട് പിടിക്കുക ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളവും പ്രയാസങ്ങളുണ്ടാകും. എങ്കിലും സാമാന്യേന തൃപ്തികരമായൊരു തീരുമാനമെടുക്കാനായിരിക്കും സ്വാഭാവികമായി അവർ ശ്രമിക്കുക. അവരുടെ തീരുമാനം എന്തു വന്നാലും അവരാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. എന്ത് തീരുമാനം വന്നാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതിനെ കയ്യോടെ സ്വീകരിക്കും. താങ്കൾ ഈ പട്ടികയിൽ ഉണ്ടാവുമോ? ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ പട്ടികയിൽ താങ്കളുടെ പേരുണ്ടാവും? ഇല്ല. ഞാനിപ്പോൾ നിങ്ങൾ തുറന്നു പറയുകയാണ്. പലപ്പോഴും നിങ്ങളുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ പറഞ്ഞോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജനരക്ഷാ യാത്ര കഴിഞ്ഞ് ശ്രീ ഗുലാം നബി ആസാദ് തിരുവനന്തപുരത്ത് വന്നത് തൊട്ട് പിറ്റേ ദിവസമാണ്. ശ്രീ ഗുലാം നബി ആസാദും ശ്രീ മുകുൾ വാസ്നിക്കും ജനറൽ സെക്രട്ടറി, അപ്പോൾ രണ്ടുപേരും എന്നോട് ആരാഞ്ഞിരുന്നു. മത്സരിക്കുന്നതിനുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചിരുന്നു എന്നോട്. ഞാൻ അന്നേ തന്നെ അവരോട് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് മത്സരത്തിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാനത് നേരത്തെ തന്നെ അത്ര താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. ഈ തവണ പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോർഡിനേഷൻ, പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ നടത്തി മുന്നോട്ട് പോകണം. എല്ലാ തലങ്ങളിലും പ്രശ്നങ്ങളുമായി ഇടപെടേണ്ടി വരും. അതുകൊണ്ടൊരു സ്ഥാനാർത്ഥിയായി പോയാൽ പിന്നെ നമുക്കതിനുള്ള ഒരു സമയം കിട്ടില്ല. അത് പ്രവർത്തനങ്ങളെ പൊതുവെ ബാധിക്കും. ഇതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളല്ല. അന്ന് തന്നെ ഗുലാം നബി ആസാദിൻ്റെയും ശ്രീ മുകുൾ വാസ്നിക്കിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പട്ടിക ഞാൻ തന്നെ ഈ പട്ടികയുടെ ഓരോ സ്റ്റേജിലും പ്രാരംഭതലം മുതൽ ഇടപെടുന്ന ആളാണ് KPCC പ്രസിഡന്റ്. പക്ഷെ ഒരു തലത്തിലും എൻ്റെ പേര് വരാതെ പോയത് അതുകൊണ്ട് തന്നെയാണ്, നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് ഹൈക്കമാൻഡൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അന്തിമ പട്ടികയ്ക്ക് വേണ്ടി താങ്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നമ്മൾ പറയാനുള്ളതൊക്കെ നേതൃത്വത്തോട് പറയുക, അവരുടെ തീരുമാനം എന്താണോ ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനകത്ത് മറ്റു രീതിയിൽ അതിനെക്കുറിച്ച് കാണേണ്ടതില്ല. ഉത്തരവാദപ്പെട്ട പാർട്ടി
നേതൃത്വമെടുക്കുന്ന തീരുമാനം ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും താഴെ തലത്തിലുമുള്ള എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതെന്ത് തീരുമാനമായാലും അത് നമുക്ക് എത്രമാത്രം സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല, ഏത് തീരുമാനമായാലും പാർട്ടി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയോട് വിധേയത്വമുള്ള, പാർട്ടി നേതൃത്വത്തോട് വിധേയത്വമുള്ള, പ്രത്യേകിച്ചും എനിക്കൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം എന്നെ നിയമിച്ചത് അവരാണ്, എന്നെ നിയോഗിച്ചത്, കേരളത്തിലേക്ക് നിയോഗിച്ചത് കോൺഗ്രസ് പാർട്ടി നേതൃത്വമാണ്. അവരെന്നോട് എന്നും വളരെ വളരെ പ്രത്യേകമായ ഒരു സമീപനം, നല്ല രീതിയിലുള്ള സമീപനം ആണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകമായൊരു പരിഗണനയും എക്കാലത്തും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അപ്പോൾ എന്നെ വിശ്വസിച്ച് ഈ ദൗത്യം ഏൽപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാകുമോ ഈ സ്ഥാനാർത്ഥി പട്ടിക? അങ്ങനെയാകുമോ? അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാകുമോ ഈ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടിക? ഈ സ്ഥാനാർത്ഥി പട്ടിക കഴിവതും നല്ല ആളുകൾ, നമുക്കറിയാം ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ലളിതമല്ല. എല്ലാ വശങ്ങളും നോക്കി പരമാവധി നല്ല സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലമുള്ളവരും ജനസേവന പശ്ചാത്തലമുള്ളവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായവരും ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചവരും അങ്ങനെയൊക്കെ പരമാവധി നോക്കിയിട്ടുണ്ട്. എല്ലാം തികഞ്ഞ ഒരു പട്ടിക എന്നൊന്നും ആർക്കും അവകാശപ്പെടാനാവില്ല, ഞാനും അവകാശപ്പെടുന്നില്ല. ഇതിന് കഴിയാവുന്നിടത്തോളം ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഇതിൽ ഇടപെട്ടു, അതുപോലെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി മുന്നോട്ട് പോകരുത് എന്ന ഘടകകക്ഷികൾ ഇതിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആശാസ്യകരമാണ്. അല്ല, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, മാധ്യമ റിപ്പോർട്ടുകൾ ചിലത് വന്നതായി ചിലത് പറഞ്ഞിരുന്നു. അതിലൊന്നും യാതൊരു അപാകതയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFൻ്റെ വളരെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ്, പ്രധാന കക്ഷിയാണ്. സ്വാഭാവികമായി ഈ മുന്നണി നല്ല രീതിയിൽ പോകുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും സമർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവകാശം അവർക്കുണ്ട്. അതിലൊന്നും അസ്വാഭാവികമായി ഒന്നുമില്ല. തെറ്റാണ്. ഒരു മിനിറ്റ് ഞാൻ തുറന്നു പറയാം. TN പ്രതാപൻ ഒരു കാരണവശാലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കാണ് ആദ്യം താല്പര്യമില്ല എന്ന് കാണിച്ച് കത്ത് തന്നത്. ഞാനത് ഇലക്ഷൻ കമ്മിറ്റിയിൽ പരാമർശിച്ചു. അത് വളരെ സ്വാഭാവികമായി അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. പിന്നീട് ശ്രീ പ്രതാപൻ മത്സരിക്കണം എന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം എന്നോടും അത് എന്താണ് മാറി നിൽക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ തന്നെ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അല്ല, പ്രതാപന് ആ കാര്യത്തിലൊരു താത്വികമായ നിലപാടാണുള്ളത്, അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. നോ അത് ശരിയല്ല, ഞാൻ അദ്ദേഹം സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നു. തീർച്ചയായും മത്സരിക്കണം എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ആ തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചത്. ഇവിടെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. പക്ഷെ പിന്നീടാണ് നിർഭാഗ്യകരമായ ചില കമൻറ്റ് വന്നു. ഒരു കാരണവശാലും അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമാക്കി അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം കത്തയച്ചു എന്നത് പറയുന്നത് വളരെ തെറ്റാണ്. അത് AICC തന്നെ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ, ജനറൽ സെക്രട്ടറി തന്നെ ആ ഒരു പരാമർശം തെറ്റാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രതാപനെപ്പോലുള്ളവർ മത്സരിക്കണം എന്ന് വലിയ താല്പര്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഇന്നലെയും അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. ഇന്നും ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴും പ്രതാപൻ മത്സരിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് അദ്ദേഹം എന്നോട് പങ്കുവച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് താല്പര്യം നേരത്തെയില്ല, വൈസ് പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറായത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് എല്ലാവരെയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതൊന്നും അനാവശ്യമായൊരു വിവാദമല്ല, അതൊക്കെ ഒരു എല്ലാം പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായും മത്സരിക്കുന്ന നേതാക്കൾ മാറി നിൽക്കണമെന്നൊരു ആവശ്യം BM-ന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൂടി പ്രതിഫലിക്കുന്നതാകുമോ ഇപ്പോൾ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ല പാർട്ടിയുടെയും സർക്കാർ UDFൻ്റെയും നന്മയെ മുൻനിർത്തി ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നിരവധി നേതാക്കൾ പല നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കമ്മിറ്റികളുടെയും അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ AICCയുടെ മുന്നിലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ എന്ത് തീരുമാനമാണോ അനുയോജ്യമായിട്ടുള്ളത് ആ തീരുമാനമെടുക്കേണ്ടത് AICC തന്നെയാണ്. അവരുടെ തീരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ആ തീരുമാനം എല്ലാവരും
സന്തോഷത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളും. ഇതിൽ ആർക്കെങ്കിലും ഒരു ചോദ്യം, ഇതിൽ ആർക്കെങ്കിലും ഒരു പിടിവാശി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു? ഒപ്പം ഡീൻ കുര്യാക്കോസ് ഒരു പ്രസ്താവന നടത്തി, അതിലെന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും? ഇതിൽ പിടിവാശിയുടെ പ്രശ്നം വരുന്നില്ല. ആരും ഒരു പിടിവാശി നടത്തിയേ തോന്നില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായമുള്ളിടത്ത് കൃത്യമായും അഭിപ്രായം വരും. അതിലൊന്നും ഒരു അപാകതയില്ല. അതൊക്കെ തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ അന്തിമ തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതിപ്പോൾ നമുക്ക് യോജിക്കാവുന്നതോ അല്ലെങ്കിൽ യോജിപ്പിക്കാത്തതുമായ തീരുമാനം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. പക്ഷേ എനിക്കതിലുള്ള ഏറ്റവും വലിയൊരു സംതൃപ്തി ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ആ തീരുമാനം ഉൾക്കൊള്ളും. 7 മണിക്ക്. തീർച്ചയായും വി എം സുധീരൻ നിലപാടിൽ മാറ്റമില്ല എന്ന് ആവർത്തിച്ചറിയിച്ച് വി എം സുധീരൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയും ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയും ഒക്കെ നടത്തിയതിന് ശേഷമാണ് വി എം സുധീരൻ മാധ്യമങ്ങളെ കണ്ടത്. തൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല, പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഇനി അവർ തീരുമാനിക്കട്ടെ. ഇതാണ് സുധീരൻ പറഞ്ഞു നിർത്തിയത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം എന്നത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല, അന്തിമ തീരുമാനമായിട്ടില്ല എന്ന വാക്കുകൾ കൂടിയാണ് സുധീരൻ്റെ ഏറ്റുപറച്ചിലിൽ നിന്ന് ബോധ്യമാകേണ്ടത്. തീർച്ചയായും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി അവർ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് സുധീരൻ പറഞ്ഞു വെച്ചത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തുതരം ഫോർമുലയാണ് സുധീരന് മുന്നിലേക്ക് ഹൈക്കമാൻഡ് വെച്ചത്? തൃപ്തികരമായതാണോ? എന്തൊക്കെയാണ് സുധീരൻ്റെ അസ്വാസ്ഥ്യങ്ങൾ? ഏറ്റുപറയുന്ന പല കാര്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കാനാകുന്നതും ഇന്ദ്രപ്രസ്ഥ നഗരത്തിൽ രൂപം കൊള്ളുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമാക്കിയാൽ സന്തോഷ് സർലിംഗ്. അജുംഷാദ്, വി എം സുധീറിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏത് തരത്തിലുള്ള നീക്കവും ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ്. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകളോ ചർച്ചകളോ ഉണ്ടാകില്ല എന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. ചില പ്രയോഗങ്ങൾ കൂടി വി എം സുധീരൻ നടത്തി. അതിലൊന്ന്, കഴിഞ്ഞ ദിവസം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വി എം സുധീരൻ ചില നിലപാടുകൾ അറിയിച്ചു എന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നതായിരുന്നു. അതായത് ജനകീയ അടിത്തറ കോൺഗ്രസിൻ്റേത് ഉറപ്പിക്കാനായുള്ള ചില കാര്യങ്ങൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ താങ്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായോ എന്ന ചോദ്യത്തിന് അങ്ങനെ അല്ല ഇത്തരം ചർച്ചകളെ എടുക്കേണ്ടത് എന്നുകൂടി പറയുന്ന അദ്ദേഹം പട്ടികയെക്കുറിച്ച് പറയുന്നത്, പട്ടിക കഴിയുന്നതും എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അതൊരു പൂർണ്ണമാണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് വി എം സുധീരൻ പറഞ്ഞത്. 5 മന്ത്രിമാരുടെ കാര്യത്തിൽ തർക്ക സീറ്റുകളുടെയൊക്കെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇനി ഹൈക്കമാൻഡ് തന്നെ കൈക്കൊള്ളും. അക്കാര്യത്തിൽ നിലപാടുകളൊക്കെ വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അറിയിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു കൂടിയാലോചനകൾ ഉണ്ടാകില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും താൻ അത് അംഗീകരിക്കും എന്നാണ് വി എം സുധീരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ ഏറ്റവും അവസാനം അടൂർ പ്രകാശിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മുഖം രക്ഷിക്കലാകും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ കെ ബാബു, കെ സി ജോസഫ് എന്നിവർ, ബെന്നി ബെഹനാൻ, തൃക്കാക്കരയും ഒക്കെ തുടർച്ചയായി മത്സരിക്കുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിലൊക്കെ വി എം സുധീരന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഐ ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും വലിയ വീഴ്ചയുണ്ടാവുക. അടൂർ പ്രകാശിനെ ഐ ഗ്രൂപ്പിന് കൈയൊഴിയേണ്ടി വരും. ഉമ്മൻചാണ്ടി നേരത്തെ പിടിച്ച നിലപാടുകൾ പ്രകാരം എ ഗ്രൂപ്പിലെ എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും സംരക്ഷിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും വി എം സുധീരൻ ഇവിടെ കീഴടങ്ങിയിരിക്കുന്നു, വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിരിക്കുന്നു എന്ന് വേണം സൂചനകൾ നൽകാൻ. എന്തായാലും അത് ഹൈക്കമാൻഡിന്റെ തീരുമാനമായി അംഗീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ എ ഗ്രൂപ്പും ഇക്കാര്യത്തിൽ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ സംയോജനത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ എന്നൊരു നിർദ്ദേശവും വി എം സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഇനി ഹൈക്കമാൻഡ് ഒരു തീരുമാനമുണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടാണോ എന്ന പതിവ് പല്ലവി ആവർത്തിക്കാനും വി എം സുധീരൻ മറന്നില്ല. എന്തായാലും ഇനി ഹൈക്കമാൻഡാണ് ഏറെ നിർണായകമാകുക. ഹൈക്കമാൻഡിൽ നിന്നുള്ള ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഇനി പുറത്തിറങ്ങാം. അതായത് സുധീരൻ പറഞ്ഞ വാക്കുകളിൽ പലതുമുണ്ട്. ഒരു പക്ഷേ സുധീരൻ പ്രധാനമായും പറഞ്ഞത് ഇതാണ്: ഇത്തരത്തിൽ ഒരു തീരുമാനമാണ് രൂപം കൊള്ളുന്നത്. ഏത് തരം തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുത്താലും അതിൽ അനുസരിക്കാനുള്ള ബാധ്യത എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട് എന്ന്. താൻ കൂടി ഭാവിയിൽ വരുത്തേണ്ടി വരുന്ന വിട്ടുവീഴ്ചയെ സംബന്ധിച്ചുള്ള മുൻകൂർ ജാമ്യമാണോ അതോ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ സ്വീകരിക്കേണ്ടത് വിധേയമാകേണ്ട പാർട്ടിയുടെ അച്ചടക്കത്തെ സംബന്ധിച്ചാണോ സിംബോളിക്കായി സുധീരൻ മുമ്പോട്ട് വെച്ചത്?
അജുംഷാദ് കഴിഞ്ഞ 6 ദിവസമായി നടന്ന ചർച്ചയ്ക്കിടയിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മുമ്പിൽ പലതവണ ഈ VM സുധീരനും ഉമ്മൻചാണ്ടിയും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അഥവാ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കും എന്ന ഭീഷണിയാണ് ഉമ്മൻചാണ്ടി മുഴക്കിയത്. അധ്യക്ഷ സ്ഥാനത്ത് തുടരില്ല എന്നായിരുന്നു VM സുധീരന്റെ രാജ്യഭീഷണി. ഇങ്ങനെ ഈ 2 ഭീഷണികളിലുമാണ് ഇന്നലെ രാത്രി വരെ കാര്യങ്ങൾ എത്തിയെങ്കിൽ ഇനി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ ഇത്തരം ഭീഷണികളൊക്കെ പിൻവലിക്കേണ്ടി വരും എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത് VM സുധീരൻ. അതായത് താൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു പട്ടിക സമ്പൂർണ്ണമാകാൻ ഇടയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതായത് പ്രതീക്ഷിച്ച തരത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ തന്നെ അല്ലെങ്കിൽ സുധീരൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംരക്ഷണത്തിനായി നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടു പോയാൽ പോലും അക്കാര്യം താൻ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നുണ്ടായാൽ അംഗീകരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് VM സുധീരൻ പറയുന്നത്. 1 മണിയോടുകൂടി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ ഇവിടെ വെച്ച് തന്നെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ VM സുധീരൻ യാത്രയ്ക്കായി കേരള ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ചർച്ചകളെല്ലാം പൂർത്തിയാക്കി 3:15 ഇവിടെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിൽ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങും. ഇപ്പോൾ കേരള ഹൗസിൽ നിന്നും അദ്ദേഹം പോവുകയാണ്. മാധ്യമങ്ങളോട് പറയേണ്ടതൊക്കെ പറഞ്ഞു. ചർച്ചകൾ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കി പൂർണ്ണമായും ഹൈക്കമാൻഡിന് കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് VM സുധീരനും മടങ്ങുന്നു. ഇന്ന് രാവിലെയോടുകൂടി ഉമ്മൻചാണ്ടിയും പോയിരുന്നു. ഇനിയും രമേശ് ചെന്നിത്തലയാണുള്ളത്. രമേശ് ചെന്നിത്തല ഇവിടെ തന്നെ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പുറത്തിറങ്ങിയ ശേഷമായിരിക്കും രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങുക. എന്തായാലും ഇനി ഹൈക്കമാൻഡുമായുള്ള ചർച്ചകളൊന്നും ഉണ്ടാകില്ല. തീർച്ചയായും സന്തോഷ് തള്ളിങ്ങാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. KG ദിനകറിലേക്ക് എത്തിയാൽ, ദിനകർ, കേരള രാഷ്ട്രീയം ദില്ലിയുടെ പ്രതിധ്വനിയിൽ എങ്ങനെയാണ് ചലിക്കുന്നത് എന്നറിയാൻ ഒരു പക്ഷേ സമഗ്രമായ വിലയിരുത്തലുകളിലേക്ക് പോകേണ്ടതുണ്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ എൻ്റെ നിലപാടുകൾ സുവ്യക്തമാണ്. കളങ്കിതമായ വ്യക്തിത്വങ്ങൾ മത്സരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഏത് വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണ് എന്ന മുൻകൂർ ജാമ്യവും മുമ്പോട്ട് വെക്കുന്നു. എന്ത് തരം ഫോർമുലയാണ് ഉള്ളിൽ രൂപം കൊണ്ടതെന്ന് സുധീരൻ്റെ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ടോ? അത് ഏത് വിധത്തിലായിരിക്കും A ഗ്രൂപ്പ് സ്വീകരിക്കുക? അല്ലെങ്കിൽ ലീഗിൻ്റെ കൂടി പിന്തുണ ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പൂർണ്ണമായും ഉമ്മൻചാണ്ടിയെ തള്ളുന്നതിലേക്ക് നീങ്ങുമോ? ഇത്തരം ഒരുപാട് സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തെത്തുന്നത്. ഒപ്പം സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി തുടരുന്നു എന്ന അനിശ്ചിതത്വവും സുധീരൻ്റെ വാക്കുകളിൽ ഏറ്റവും ഒടുവിൽ വായിച്ചെടുക്കുകയും ചെയ്യാം. അല്ലേ ദിനകർ? അജിംഷാദ്, ഇക്കാര്യത്തിൽ സുധീരൻ്റെ ശരീരഭാഷയിൽ നിന്നും സുധീരൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. ഒരുപക്ഷെ നേരത്തെ നമ്മുടെ പ്രതിനിധി സന്തോഷ് സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ പോലും സുധീരൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. കാരണം KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന് തള്ളേണ്ടി വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ബെന്നി ബെഹന്നാൻ, അതോടൊപ്പം തന്നെ K ബാബു, KC ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അടൂർ പ്രകാശിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു പട്ടികയാവും പുറത്തിറങ്ങുക എന്നും സൂചനകൾ ലഭിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ കഴിഞ്ഞു. എന്നാൽ അത് പരിപൂർണമാണ് അല്ലെങ്കിൽ പൂർണ്ണമാണ്, അതിൽ എല്ലാ തെറ്റുകളും ഒഴിവാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായും അത് കുറ്റമില്ലാത്ത ഒരു പട്ടികയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ ഉള്ളവർ അല്ലെങ്കിൽ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞവർ ഈ പട്ടികയിൽ കയറിക്കൂടും എന്നുള്ളത് തന്നെയാണ് അതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം താൻ മത്സരരംഗത്ത് ഇല്ല എന്ന് പറയുന്നതിലൂടെ ഇത്തരക്കാരുടെ കൂടെ താൻ മത്സരിക്കാനില്ല എന്നുകൂടി അദ്ദേഹം അതിലൂടെ പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടൂർ പ്രകാശിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാവും പുറത്തിറങ്ങുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. എന്നിരുന്നാൽ പോലും സ്വാഭാവികമായും ജനങ്ങൾക്കിടയിലേക്ക് ഒരു ചോദ്യം ഉയരുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം, KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള, പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള VM സുധീരൻ കളങ്കിതരെന്ന് ചൂണ്ടിക്കാട്ടിയ വ്യക്തികളെ മാറ്റി നിർത്താതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ അത് UDFനുണ്ടാകുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ട്
ഇത്തരക്കാരെ നിർത്തിക്കൊണ്ട് മത്സരരംഗത്തേക്ക് കോൺഗ്രസ് പോകുന്നു. അത് തന്നെയാണ് ദിനകർ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 5 പേർ എന്ന പേര് മുമ്പോട്ട് സുധീരൻ വെക്കുന്നു. തീർച്ചയായും സുധീരൻ്റെ ആ വാക്കുകൾക്ക് പുല്ലുവില നൽകുന്നു എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കേണ്ടത്. അതായത് ഒരാളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബലി കഴിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് വഴങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എ ഗ്രൂപ്പിലെ മുഴുവൻ പ്രതിനിധികളും ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ അണിനിരക്കുന്നു. പോരാത്തതിന് ലീഗ്. എന്തുതരം സമ്മർദ്ദമായിരിക്കും ഒരു പക്ഷേ സുധീരനെ തോൽപ്പിക്കാൻ ഇടയാക്കിയത്? അങ്ങനെയെങ്കിൽ വരും നാളുകളിൽ ധാർമ്മികമായ ഈ ആയുധം ഉയർത്തിക്കാട്ടി മുമ്പോട്ട് പോയ സുധീരൻ എല്ലാ അർത്ഥത്തിലും പാർട്ടിക്കുള്ളിൽ നിരായുധനാവുകയല്ലേ? ഗ്രൂപ്പ് എന്ന പ്രത്യേക ആവശ്യം പോലും ഇനിയുള്ള കാലങ്ങളിൽ സുധീരനെതിരായി വരില്ലേ? സുധീരൻ അശക്തനാവുകയല്ലേ ദിനകർ? അജിംഷാദ്, തീർച്ചയായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെയും രംഗത്ത് വരികയാണ് എങ്കിൽ, പട്ടികയിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ അത് സുധീരനെ ഏൽക്കുന്ന വലിയ തിരിച്ചടി തന്നെയാവും. സ്വാഭാവികമായും സുധീരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് ചെറിയ കാര്യമാവുകയില്ല. രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് സാധിക്കാത്ത കാര്യമായി തീരും. പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ പിന്തുണ കൂടി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് സുധീരന് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. തൻ്റെ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോൾ അത്തരക്കാർ പട്ടികയിൽ ഇടം പിടിക്കുകയാണ് എങ്കിൽ എങ്ങനെ തൻ്റെ മുഖം രക്ഷിക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. അതോടൊപ്പം ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എങ്ങനെ ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ രംഗത്ത് എത്തും എന്നുള്ള ചോദ്യവും അവിടെ ഉയർന്നു വരും. സ്വാഭാവികമായും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും പോകേണ്ടതായി വരും. കെ ബാബു ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള, KC ജോസഫ് ഉൾപ്പെടെയുള്ള, ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ മാറ്റി നിർത്തപ്പെടാതെ പട്ടികയിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ ഇവർക്ക് വേണ്ടി എങ്ങനെ അദ്ദേഹം രംഗത്തെത്തും? അതിനപ്പുറം സംസ്ഥാനത്തെമ്പാടും ഇത്തരം കാര്യങ്ങൾക്ക് KPCC അധ്യക്ഷന് ഏത് രീതിയിൽ മറുപടി പറയാൻ കഴിയും എന്നുള്ള ചോദ്യം ഒരു വശത്ത്. മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വത്തെയും UDF നേതൃത്വത്തെയും കുഴയ്ക്കുന്നത് KPCC അധ്യക്ഷൻ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടവർ പട്ടികയിൽ ഇടം പിടിച്ചാൽ എങ്ങനെ മറുപടി പറയും, ജനങ്ങൾക്ക് മുന്നിൽ ഏത് രീതിയിൽ മറുപടി പറയും, എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും, തീർക്കാൻ കഴിയും എന്നുള്ളതും അവശേഷിക്കുന്ന ചോദ്യം തന്നെയാണ്. അത് കോൺഗ്രസിനെയും UDFനെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സ്വാഭാവികമായും KPCC അധ്യക്ഷൻ തന്നെ ഇത്തരത്തിൽ അഴിമതി ആരോപണമുള്ളവർ പുറത്തു പോകണം അല്ലെങ്കിൽ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അവർ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്താൽ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും, ജനങ്ങൾക്ക് മുന്നിൽ എന്തു മറുപടി പറയും എന്നുള്ള ചോദ്യവും ഉയർന്നു വരും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അലയൊലികൾ തുടർന്നുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വലിയ തരത്തിൽ വോട്ടെടുപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളിലും വിജയസാധ്യതകളെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് സംഘടനാപരമായ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങാം. തീർച്ചയായും അജിംഷാദ്, സംഘടനാപരമായി തന്നെ അത്തരം കാര്യങ്ങൾ അത് നിഴലിക്കും. ഉമ്മൻചാണ്ടിയും VM സുധീരനും രണ്ടു പക്ഷത്തായി നിൽക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണേണ്ടി വരും. അത് സ്വാഭാവികമായും സംഘടനാ തലത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും സ്ഥാനാർത്ഥി നിർണയം എന്നത് പൂർത്തീകരിക്കാനാകാതെ തുടരുന്നു എന്നതും 45 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഭീഷണി തന്നെയല്ലേ ദിനകർ? തീർച്ചയായും ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടികകൾ ഏതാണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം BJPയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും മറുഭാഗത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ കുഴങ്ങുന്ന ഒരു നിലയും ഉണ്ട്. അത് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അണികളെ സംബന്ധിച്ചിടത്തോളം അസംതൃപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംഷാദ്, തീർച്ചയായും ഉജ്ജ്വലമായ വിജയം ഉമ്മൻചാണ്ടിക്ക്, ജ്വാല മാത്രം സുധീരന്റെ പക്കൽ. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തിരഞ്ഞെടുപ്പ് കിണ്ണത്തിൽ തീ മാത്രം. കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. വിശദാംശങ്ങൾ കൂടിയാണ് സന്തോഷ് സർലിങ്ങും KG ദിനകറും നൽകിയത്. കൊച്ചിയിൽ ഉമ്മൻചാണ്ടി മടങ്ങിയെത്തിയ ഉടനെ A ഗ്രൂപ്പ് നേതാക്കൾ യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട എന്ന നിലപാടിലാണ് A ഗ്രൂപ്പ് നേതാക്കൾ നിലപാടിലെത്തിയത്. മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാണെന്ന് ബെന്നി ബെഹനാനും KC ജോസഫും ഉമ്മൻചാണ്ടിയെ അറിയിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ചർച്ച പൂർത്തിയായെന്നും പട്ടിക ഇന്ന് വരുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രി മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ട് പ്രതികരിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അല്ല, ഒരാഴ്ച ഡൽഹി ചർച്ച ഉണ്ടായിരുന്നു. ചർച്ചയെല്ലാം പൂർത്തിയാക്കി. ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും.
ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും. പുതുപ്പള്ളി ആരുമായിട്ട് എന്ത് ചർച്ച? എന്ന വഴി ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ഞാൻ പ്രതികരിക്കും. കേരളത്തിലെത്തിയ ഉമ്മൻചാണ്ടി നേരെ പുതുപ്പള്ളിയിലേക്ക് പോയി. തിരക്കുള്ളവർ കേരളത്തിലേക്ക് മടങ്ങുമെന്ന സുധീരൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയോട് എത്ര തിരക്കുണ്ടേലും ഞായറാഴ്ച പുതുപ്പള്ളിയിലെത്തുമെന്ന മറുപടിയാണ് ഉമ്മൻചാണ്ടി നൽകിയത്. ഡൽഹിയിലെ ചർച്ച പൂർത്തിയാക്കിയാണ് ഞാൻ പോന്നിരിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് അവിടെ അനൗൺസ് ചെയ്യും. ലിസ്റ്റ് വന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല. ഞാൻ ഇത് സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കത്തില്ല. കാരണം പാർട്ടിയിലെ ഉള്ളിലെ ഒരു ചർച്ചയാണ്. സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അതിനകത്ത് ഞാൻ ഒരു പ്രതികരണവും ഉണ്ടാവില്ല. പിന്നെ ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ഞായറാഴ്ച എവിടെയായിരുന്നാലും ഞാനിവിടെ വരും. അതാണ് എൻ്റെ തിരക്ക്. ഇവരെ കാണുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ വന്നത്. ഇവരെ കണ്ട് ഇവരുടെ കാര്യങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റു ചില പരിപാടികൾ പിന്നെ ചർച്ചകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഞാൻ പോന്നിരിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് അനൗൺസ് ചെയ്യാനാണ്. ഇന്നലെ രാത്രി ഞാൻ പോരുന്ന സമയത്തുണ്ടായിട്ടുള്ള ഒരു ധാരണ. അതനുസരിച്ച് ഇന്നുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ലിസ്റ്റ് വന്ന ശേഷം നിങ്ങളോട് പ്രതികരിക്കാം. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? സീറ്റ് വിഭജനം പൂർത്തിയാകും മുമ്പേ ആലപ്പുഴയിൽ JDU സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ. JDU സ്ഥാനാർത്ഥി ഷേഖ് പി ഹാരിസിന്റെ പോസ്റ്ററുകളാണ് ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷാജി ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് വിവരങ്ങൾ? പോസ്റ്ററുകളിൽ എന്തൊക്കെയാണ്? അജിൻഷാദെ, അമ്പലപ്പുഴ മണ്ഡലത്തെ ചൊല്ലിയായിരുന്നു നിലവിൽ തർക്കം ഉണ്ടായിരുന്നത്. കോൺഗ്രസിലെ തന്നെ DCC പ്രസിഡന്റ് A ഷുക്കൂറും അതുപോലെ ഷാനിമോൾ ഉസ്മാനും ആയിരുന്നു ഈ സീറ്റിന് വേണ്ടിയിട്ട് കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. ഏറ്റവും ഒടുവിൽ ഷാനിമോൾക്ക് സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഡൽഹിയിൽ ഇടപെടലുകൾ ഉണ്ടാകുകയും അങ്ങനെ JDUവിന് സീറ്റ് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉറപ്പ് തങ്ങൾക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് JDUവിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷേഖ് പി ഹാരിസ് തന്റെ ചിത്രങ്ങളടങ്ങിയ പോസ്റ്ററുകൾ മണ്ഡലത്തിൽ വ്യാപകമായി പതിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ഷേഖ് പി ഹാരിസിന്റെ ചിത്രങ്ങളും അതുപോലെ ചുവരെഴുത്തുകളും വ്യാപകമായി കഴിഞ്ഞു. എന്തായാലും അമ്പലപ്പുഴയിൽ JDU തന്നെ ആയിരിക്കും മത്സരിക്കുക എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും അമ്പലപ്പുഴയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിൽ തീർച്ചയായും അതോടൊപ്പം തന്നെ സാമുദായിക ശക്തികളുടെ ഇടപെടലൊക്കെയും DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാനിടയായി എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDFൽ എന്തൊക്കെയാണ് ആലപ്പുഴയിൽ ഉയരുന്നത്? പക്ഷേ പ്രധാനമായിട്ടും ഇപ്പോൾ രൂപത വളരെ പരസ്യമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് രൂപതയുടെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. അത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവിനെയായിരുന്നു മത്സരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുവരെ അത്തരത്തിലൊരു നീക്കം ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രൂപതയുടെ ഭാഗത്തുനിന്നും ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നു വന്നപ്പോൾ ലാലി വിൻസെന്റിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുമെന്നുള്ള സൂചനയാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ലാലി വിൻസെന്റിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തങ്ങൾക്ക് ആവശ്യമില്ല. അത്തരത്തിലുള്ള ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ യാതൊരുവിധ പ്രാധാന്യവും തങ്ങൾ നൽകില്ല. അത്തരത്തിൽ അവർ ഇവിടെ മത്സരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രതിഷേധം അവരെ അറിയിക്കും. തങ്ങളുടെ ഭാഗത്തു നിന്നും, അതായത് തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള നല്ല കോൺഗ്രസ് നേതാക്കൾ ഇവിടെ നല്ല മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളെ ആലപ്പുഴയിൽ പരിഗണിക്കണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. അത് കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി, അതായത് ലാലി വിൻസെന്റിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിൽ
മത്സരിക്കാനായിട്ട് ഹൈക്കമാൻഡും മറ്റും തീരുമാനിക്കുന്നെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവരോട് പിന്മാറാൻ അഭ്യർത്ഥിക്കും. ഇത്തരത്തിൽ വളരെ ശക്തമായ കടുത്ത നിലപാടിലേക്ക് ആലപ്പുഴ രൂപതയും വന്നിരിക്കുകയാണ്. തീർച്ചയായും ആലപ്പുഴയിലെ സമഗ്രമായ വിവരങ്ങളാണ് ഷാജഹാൻ വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂർ കോൺഗ്രസിലും പൊട്ടിത്തെറി. നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചതോടെ DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തി. തർക്കത്തെ തുടർന്ന് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർന്നു. 2 സീറ്റുകൾ പിടിച്ചെടുത്ത സുധീര പക്ഷത്തിനെതിരെ AI ഗ്രൂപ്പുകളിൽ പ്രതിഷേധവും ശക്തമായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ തിരിച്ചടി നേരിട്ടതോടെയാണ് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർപ്പിലേക്ക് നീങ്ങുന്നത്. മുതിർന്ന I ഗ്രൂപ്പ് നേതാവ് മന്ത്രി CN ബാലകൃഷ്ണൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് നേതൃത്വം പരിഗണന നൽകിയില്ല. വടക്കാഞ്ചേരിയിൽ അജിത് കുമാർ, തൃശൂരിൽ TV ചന്ദ്രമോഹൻ, ചാലക്കുടിയിൽ ജോസ് വള്ളൂർ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. എന്നാൽ ഇവരിൽ ഒരാൾക്ക് പോലും സീറ്റ് ലഭിച്ചില്ല. മാത്രമല്ല, മന്ത്രി എതിർത്തിരുന്ന അനിൽ അക്കരിക്ക് വടക്കാഞ്ചേരിയിൽ സീറ്റ് നൽകാൻ ധാരണയായി. ഒല്ലൂരിൽ സിറ്റിംഗ് MLA MP വിൻസെന്റിനെ മാറ്റി നിർത്തണമെന്ന മന്ത്രി CN ബാലകൃഷ്ണന്റെ ആവശ്യം നിരാകരിച്ച ഒല്ലൂരിൽ തന്നെ വിൻസെന്റിനെ പരിഗണിച്ചു. ഇതും കടുത്ത അതൃപ്തിക്ക് കാരണമായി. ഇതോടെ DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തി. MP വിൻസെന്റിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പിലെ മറ്റൊരു വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തതോടെ ഗ്രൂപ്പ് പിളർപ്പിലെത്തി. ഗ്രൂപ്പുകൾ നിർദ്ദേശിച്ച TJ സനീഷ് കുമാറിനെ ഒഴിവാക്കി സുധീരപക്ഷത്തിന്റെ സുന്ദരൻ കുന്നത്തുള്ളിക്കാണ് പുതുക്കാട് സീറ്റ് നൽകിയത്. ജില്ലയിൽ 2 സീറ്റുകൾ പിടിച്ചെടുത്തതോടെ സുധീര വിഭാഗത്തിനെതിരെ ഇരു ഗ്രൂപ്പുകളും രംഗത്തെത്തി. വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ DCC ഭരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് I ഗ്രൂപ്പിലെ പ്രബല വിഭാഗത്തിന്റെ തീരുമാനം. ഇതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലവേദന ഇരട്ടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.